ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ 3 ഫേസ് കണക്ഷൻ നമ്മുടെ വീട്ടിലെടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെ എർത്തും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ എർത്ത് റോഡ് 2 എർത്ത് റോഡാണ് കൊടുത്തിരിക്കുന്നത്. 2 എർത്ത് റോഡ് നമുക്ക് എങ്ങനെ കൊടുക്കാം, അത് നമ്മൾ PVC പൈപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരിക്കലും എർത്ത് വയർ പോകുന്ന കോപ്പർ വയർ ഒരിക്കലും പുറത്ത് കാണാൻ പാടില്ല. കാരണം വലിയ അപകടങ്ങളാണ്, വലിയ പ്രശ്നങ്ങളൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഈ എർത്തിൽ വരുന്ന സപ്ലൈ വോൾട്ടേജ്, ഇപ്പോൾ എന്തെങ്കിലും ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ലീക്കേജ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ തന്നെ ആ ലീക്കേജ് വോൾട്ടേജ് പുറത്ത് വരുന്ന എർത്തായി പോകുന്നുണ്ടാവും. ആ എർത്തായി പോകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്യുകയോ ആ എർത്ത് വയർ വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ടച്ച് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ എർത്ത് പിടിക്കാനുള്ള സാധ്യത, കറണ്ട് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എർത്ത് റോഡായിട്ട് ഉപയോഗിക്കുന്നത്. എർത്ത് റോഡ് ഏകദേശം നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഏകദേശം ഒരു 70 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണുള്ളത്. 70 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അത് ജിയുടെ തന്നെയാണ്, ജിയുടെ റോഡാണ്. റോഡ് കോപ്പർ പ്ലേറ്റഡ് ആണ്. കോപ്പർ അതുമേ കോപ്പർ പ്ലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2 റോഡുകളാണ് നമ്മൾ 3 ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തുമ്പത്ത് അതിൻ്റെ ഹോൾ ഇട്ടതിന് ശേഷം ഒരു നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമ്മൾ കോപ്പറിൻ്റെ വയർ കോപ്പർ കണക്ട് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് 10 അല്ലെങ്കിൽ 12 ഗേജ് വരുന്ന കോപ്പർ വയറുകളാണ് ഉപയോഗിക്കുന്നത്. അത് നേരെ നമ്മൾ ഈ പറയുന്ന റോഡ്, ഈ റോഡിൻ്റെ തുമ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അഗ്രം ചെറുതായിട്ടൊന്ന് കൂർത്തിരിക്കുന്ന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ എർത്ത് വരുന്ന എന്തെങ്കിലും എർത്ത് കാര്യങ്ങളൊക്കെ ഡിവൈസിൽ നിന്ന് വരുന്നത് എർത്തായി പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി എർത്ത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസാണ് നോക്കുന്നത്. നമ്മൾ 3 ഫേസ് DB ആണ് ഈ കാണുന്നത്. 3 ഫേസ് DBയിൽ നമ്മൾ എർത്തിൻ്റെ സെക്ഷന് വേണ്ടിയിട്ട്, അതായത് ഈ എർത്ത് സെക്ഷന് വേണ്ടിയിട്ട് 2 റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 റോഡ് നിങ്ങൾ കാണാൻ സാധിക്കുകയുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഈ റോഡും ഈ സൈഡ് കാണുന്ന തൊട്ട് മുകളിൽ കാണുന്ന 2 റോഡുകളുമാണ് ഉള്ളത്. നമ്മൾ എത്ര സർക്യൂട്ടുകൾ വലിച്ചിട്ടുണ്ടോ ആ സർക്യൂട്ടിൻ്റെ എല്ലാം തന്നെ സെപ്പറേറ്റ് എർത്തുകൾ റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും അത് പല സ്ഥലങ്ങളിൽ, വീടുകളുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സർക്യൂട്ടുകളെല്ലാം, എർത്തുകളെല്ലാം തന്നെ നമ്മൾ ഈ റോഡിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, എല്ലാ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന എർത്ത് പച്ച വയറും അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ എർത്താണ് വന്നിരിക്കുന്നത്. ഈ 2 റോഡുകളിൽ നിന്നും നമ്മൾ എർത്തിന് സെപ്പറേറ്റ് ഒരു 2.5 അല്ലെങ്കിൽ 4 വയറുകൾ, എർത്ത് വേണ്ടി 2 വയറുകൾ നമ്മൾ അതിൽ നിന്ന് ലിങ്ക് ചെയ്തെടുത്തതിന് ശേഷം പുറത്ത് നമ്മൾ എർത്ത് ചെയ്യാൻ പോകുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകണം. ഈ ബോക്സ് നമ്മൾ അതിന് വേണ്ടി വെച്ചതാണ്. അതിൽ നിന്ന് സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് കോപ്പർ വയറും നമ്മൾ DBയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വയർ നമ്മൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് കാണുന്ന 3/4 ഇഞ്ച് പൈപ്പ് കാണാൻ സാധിക്കും. പെയിൻ്റ് അടിക്കാത്ത പൈപ്പ് കണ്ടോ, ആ പൈപ്പാണ് നമ്മൾ അതിലൂടെ കോപ്പർ വയർ ഇറക്കിയിരിക്കുകയാണ്. കോപ്പർ വയർ അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇറക്കിയിരിക്കുന്നത്. കാരണം കോപ്പർ വയറും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എർത്ത് വരുന്ന സമയത്ത് ഏതെങ്കിലും ഡിവൈസിൽ നിന്നും എർത്ത് കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തേപ്പൊട്ടിയുടെ എർത്ത് വരുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്നും ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എർത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഇതിലൂടെ എർത്തായി പോകുന്നുണ്ടാകും. ഈ എർത്തായി പോകുന്ന സമയത്ത് ആരെങ്കിലും ഈ പറയുന്ന എർത്ത് കമ്പിയിൽ ടച്ച് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോക്ക് കേൾക്കും. അപ്പോൾ അത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന PVC പൈപ്പും കാര്യങ്ങളും ഇട്ട് നമ്മൾ ഒരിക്കലും പുറത്ത് എർത്ത് വയർ ഒരിക്കലും പുറത്ത് കാണാത്ത രീതിയിൽ കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊരു ചോദിക്കും, ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് LCB അല്ലെങ്കിൽ RCCB ട്രിപ്പ് ആവില്ലെന്ന്. എന്തെങ്കിലും പ്രശ്നത്താൽ ഏതെങ്കിലും ഉപകരണങ്ങൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ, RCCB കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ട്രിപ്പിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ MCB കാര്യങ്ങളും ട്രിപ്പ് ആവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പുറത്ത് ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എർത്തടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വലിയ അപകടം, മരണം വരെ സംഭവിക്കാനുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ PVC പൈപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ കോപ്പർ വയർ കൊണ്ടുപോയി മണ്ണിലൂടെ എർത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ കണ്ട പോലെ തന്നെ 2 റോഡുകൾ, ഈ 2 റോഡുകളാണ് മണ്ണിൽ കറക്റ്റ് കുഴിയെടുത്തതിന് ശേഷം അതിൻ്റെ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ താഴെ ലിങ്ക് ചെയ്യുന്നു. അത് ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. 2 കുഴികളാണ് എടുക്കേണ്ടത്. ഈ 2 കുഴികളിൽ 2 റോഡുകൾ ഇറക്കി വെച്ചതിന് ശേഷം ചുറ്റുമായിട്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് മണ്ണും കൂടി മിക്സിങ്, അതായത് ഇതിൻ്റെ കോമ്പൗണ്ട് റെഡിമെയ്ഡ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതല്ല, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കരി, ഉപ്പ് ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എർത്ത് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു വലിയൊരു കുഴിയെടുത്തതിന് ശേഷം, നല്ല താഴ്ചയുള്ളൊരു കുഴിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ റോഡ് ഇറക്കി വയ്ക്കുക. റോഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കരി, ഉപ്പ് അതുപോലെ തന്നെ അതെല്ലാം നമ്മൾ എർത്തിൻ്റെ കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ചതിന് ശേഷം മണ്ണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ലെയറിലായിട്ട് ചെയ്യണം.
അതായത് ഓരോ സ്റ്റെപ്പായിട്ട് ലെയറിൽ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിനുശേഷം നമ്മൾ 2 റോഡുകളിൽ നിന്ന് ഏകദേശം 1 മീറ്റർ ഗ്യാപ്പ് രണ്ടും തമ്മിൽ മാറ്റി വെച്ചതിന് ശേഷം 2 റോഡുകളും നമ്മൾ ഇറക്കി വെച്ചു. അതിലേക്ക് നമ്മൾ ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന കോപ്പർ കണ്ടോ, ഈ കോപ്പർ നമ്മൾ അതിലേക്ക് മുകളിൽ ഡി ബിയിൽ നിന്നിരിക്കുന്ന വയറുമായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ കോപ്പർ വയർ നമ്മൾ ഈ പറയുന്ന റോഡുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ റോഡുകളിലേക്ക് കണക്ട് ചെയ്ത് മണ്ണിൽ താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ, ഒരിക്കലും പൊങ്ങി നിൽക്കരുത് എന്നാണ് നല്ലത്. അത് മാക്സിമം താഴ്ന്നു തന്നെ നിൽക്കണം. അതിനുശേഷം നന്നായിട്ട് അതിൻ്റെ റോഡുകളെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പറയുന്ന കോപ്പർ വയർ നമ്മൾ ഡി ബിയിൽ വരുന്ന വയറുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം ഈ പറയുന്ന PVC പൈപ്പ് നമ്മളിട്ട് മൂടി ക്ലിയർ ചെയ്ത് മണ്ണിട്ട് മൂടി ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ എർത്തിങ് കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് വാല്യൂ ചെക്ക് ചെയ്യണമെങ്കിൽ വാല്യൂ ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കണം വാല്യൂ കാര്യങ്ങളൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പുറത്തേക്ക് ഇടുന്ന വയർ ഒരിക്കലും ഫ്രീ ആയിട്ട് ഇടരുത്. അത് PVC പൈപ്പിൻ്റെ അകത്ത് ഇടണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളായിട്ട് വലിയൊരു അപകടം വരുത്തി വയ്ക്കാതിരിക്കുക എന്നാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ ചെയ്തതിന് ശേഷം പല കുട്ടികളോ അതുപോലെ തന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഈ വയറിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ PVC പൈപ്പ് ഇട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഗേജ് എന്ന് പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യാം. വണ്ണം കൂടിയ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞ ടൈപ്പും ഉണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 10 ഗേജും അല്ലെങ്കിൽ 12 ഗേജ് വരുന്ന നമ്മുടെ കോപ്പർ വയറുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന വയറും ഇവിടെ നിന്ന് വന്നിരിക്കുന്ന കോപ്പർ വയറും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന വയറുകൾക്കെല്ലാം അതിൻ്റെ അകത്തൊരു ജംഗ്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ തുറന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഓരോ വീഡിയോസും ചെയ്യാനുള്ള എനർജി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.